ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹിന്ദി NCERT CBSEയുടെ സ്പർശ് ഭാഗ് 2 ടെക്സ്റ്റിലെ ഗദ്യഖണ്ഡിലെ ആദ്യത്തെ ചാപ്റ്ററായ ബഡേ ഭായി സാഹബ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് ആദ്യത്തെ ഫസ്റ്റ് പേജ്, ആ ഒരു കഥയുടെ ഫസ്റ്റ് പേജാണ് പഠിക്കാൻ പോകുന്നത്. ലേഖകനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ തന്നെ പാഠത്തിലേക്ക് കടക്കാം. मेरे भाई साहब मुझसे 5 साल बड़े लेकिन केवल 3 दर्जे आगे. मेरे भाई साहब എൻ്റെ ചേട്ടൻ, മുജ്സെ എന്നെക്കാളും 5 साल बड़े 5 വർഷം വലുതാണ്. എന്ന് വെച്ചാൽ എന്താണ്, 5 വയസ്സിന് മൂത്തതാണ്. ലേക്കിൻ കേവൽ 3 ദർജെ ആകെ, പക്ഷേ കേവലം 3 ദർജെ. ദർജ എന്താണ്? ക്ലാസ്സിന് നമ്മൾ വേറൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്, കക്ഷ. അതുപോലെ തന്നെ ഒരു വാക്കാണ് ദർജ. അപ്പോൾ കേവൽ 3 ദർജ ആകെ, വെറും 3 ക്ലാസ്സിനാണ് അദ്ദേഹം ലേഖകനേക്കാളും. നമ്മുടെ ലേഖക് പ്രേംചന്ദാണ്. അദ്ദേഹം ഒരു ആത്മകഥാത്മക ശൈലിയിലാണ് ഈ ഒരു കഥ രചിച്ചിട്ടുള്ളത്, സ്വന്തമായിട്ട് പറയുന്ന രീതിയിൽ. അപ്പോൾ കുട്ടിക്കാലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ചേട്ടനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ അദ്ദേഹത്തെക്കാളും 5 വയസ്സിന് മൂത്തതാണ്, പക്ഷേ വെറും 3 ക്ലാസ്സിനാണ് അദ്ദേഹത്തെക്കാളും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാരണം? ചിലപ്പോൾ ബഡേ ഭായ് സാഹബ് ലേറ്റായിട്ടായിരിക്കും പഠിച്ചു തുടങ്ങിയത്. എന്തായാലും നമുക്ക് നോക്കാം. उन्होंने भी उसी उम्र में पढ़ना शुरू किया जब मैंने शुरू किया. അദ്ദേഹം എത്രാമത്തെ വയസ്സിലാണ്? ഉമ്ര എന്താണ്? വയസ്സാണ്. അദ്ദേഹം ഏത് വയസ്സിലാണോ പഠിക്കാൻ തുടങ്ങിയത് അതേ വയസ്സിൽ തന്നെ. എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പം 4ാം ക്ലാസ്സിൽ 4 വയസ്സായപ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയതെങ്കിൽ എൻ്റെ 4 വയസ്സായപ്പോഴാണ്, എനിക്ക് 4 വയസ്സായപ്പോഴാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും എല്ലാവരും രണ്ടുപേരും ഒരേ പ്രായത്തിലാണ് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും 5 ക്ലാസ്സിൻ്റെ തന്നെ വ്യത്യാസം വരേണ്ടതല്ലേ? പക്ഷെ എന്തായിരിക്കും പറ്റിയത്? നമുക്ക് നോക്കാം. ലേക്കിൻ താലീം ജैसे महत्व के मामले में, പക്ഷേ താലീം എന്താണ്? എഡ്യൂക്കേഷൻ. ശിക്ഷ എന്ന് നമ്മൾ ഹിന്ദി പറയും, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം. ജैसे महत्व के मामले, അപ്പോൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം പോലെയുള്ള മഹത്തായ ഒരു കാര്യം വഹ് ജൽദ്ബാസി സെ കാം ലേന പസന്ദ് ന കർത്തേ ഥേ. അദ്ദേഹം ഇപ്പോൾ എഡ്യൂക്കേഷൻ പോലെ ഇത്രയും മഹത്തായ ഒരു കാര്യം വളരെ സ്പീഡിൽ, ജൽദ്ബാസി എന്താണ്? സ്പീഡാണ്. സ്പീഡിൽ ചെയ്ത് തീർക്കാൻ അദ്ദേഹത്തിന് പസന്ദ് ന കർത്ത, ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഭായ് സാഹബ് എന്നെക്കാളും 5 വയസ്സിന് മൂത്തതാണ്, പക്ഷേ കേവലം 3 ക്ലാസ്സിനാണ് എന്നെക്കാളും മുന്നിൽ. കാരണം എന്താണ്? വിദ്യാഭ്യാസം പോലെയുള്ള മഹത്തായ ഒരു കത്തിൽ ഇപ്പോൾ സ്പീഡിൽ ജോലിയൊന്നും ചെയ്തു തീർക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. ബാക്കി നോക്കാം. ഇസ് ഭവൻ കി ബുനിയാദ് ഖൂബ് മസ്ബൂത്ത് ഡാൽന ചാഹത്തെ ഥേ ജിസ് പർ ആലീശാൻ മഹൽ ബൻ സക്കെ. ഇപ്പോൾ ഒരു വീട്, ഉദാഹരണം പറയാണ്, ഒരു വീടിൻ്റെ ബുനിയാദ് എന്താണ്? നീവ്, ബേസ്, അടിത്തറ. ഒരു വീടിൻ്റെ അടിത്തറ നല്ല പോലെ ഇട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇട്ടാൽ, ഒരു വീടിൻ്റെ അടിത്തറ നല്ല പോലെ ഇട്ടാൽ ജിസ് പർ ആലീശാൻ മഹൽ. ആലീശാൻ മഹൽ എന്താണ്? ബഡേ ബഡേ ഘർ, വലിയ വലിയ വീട് അതിൽ ഉണ്ടാക്കാൻ കഴിയും. അടിത്തറ ശരിയായിട്ടിട്ടാലേ വലിയൊരു വീട് അവിടെ ഉണ്ടാക്കാൻ കഴിയും. എന്നിട്ട് വീണ്ടും നമ്മുടെ ബഡേ ഭായ് സാഹിബിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. 1 साल का काम 2 साल में करते थे. ഒരു വർഷത്തെ ജോലി 2 വർഷം കൊണ്ട് ചെയ്യും. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ക്ലാസ്സിൽ തന്നെ 2 വർഷം ഇരിക്കുമെന്ന്. കഭി കഭി 3 साल भी लग जाते थे. ഇടയ്ക്കിടയ്ക്ക് 3 വർഷം പോലും ഒരു ക്ലാസ്സിൽ ഇരിക്കാറുണ്ട്. കൊള്ളാലോ. ബുനിയാദ് ഹി പുഖ്താ ന ഹോ തോ മകാൻ कैसे പായദാർ ബനെ. ബുനിയാദ് എന്താണ്? ബേസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബേസ് പുക്ത, സ്ട്രോങ്.
बुनियाद ही पुख्ता न हो, ബേസ് സ്ട്രോങ് അല്ലെങ്കിൽ तो മക്കാൻ कैसे പായദാർ ബനെ, പിന്നെ മക്കാൻ ബിൽഡിംഗ് എങ്ങനെ പായദാർ സ്ട്രോങ് ആവും. അപ്പോൾ ബേസ് ശരിയായിട്ടിട്ടില്ലെങ്കിൽ എങ്ങനെ ആ ഒരു ബിൽഡിങ് സ്ട്രോങ് ആവും, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. मैं छोटा था वह बड़े थे, मेरी उम्र 9 साल की थी वह 14 साल के थे. मैं छोटा था, ഞാൻ ചെറുതായിരുന്നു, അദ്ദേഹം വലുതാണ്. അദ്ദേഹമാണ് ബഡേ ഭായ് സാഹബ്. എനിക്ക് എത്ര വയസ്സുണ്ട്? 9 വയസ്സ്. എൻ്റെ കാര്യമല്ല കേട്ടോ, നമ്മുടെ ലേഖകിൻ്റെ കാര്യം. മേരി ഉമ്ര 9 സാൽ की थी, ലേഖകിന് 9 സാൽ 9 വയസ്സും നമ്മുടെ ബഡേ ഭായ് സാഹബിന് 14 ആണ്, 14 വയസ്സ്. उन्हें मेरी तंबीह और निगरानी का पूरा और जन्मसिद्ध अधिकार था और मेरी शालीनता इसी में थी कि उनके हुक्म को कानून समझूं. वाह, अरे वाह. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉനെ മേരി തമ്പീഹ്, അദ്ദേഹത്തിന് എന്നെ തമ്പീഹ് എന്താണ്? ഡാണ്ട് ഡപ്പട്ട്, വഴക്ക് പറയുക. ഓർ നിഗരാനി, നിഗരാനി എന്ന് വെച്ചാൽ എന്താണ്? ദേഖ്ഭാൽ എന്ന് വെച്ചാൽ നോക്കി വളർത്തുക. ക പൂരാ ഓർ ജന്മസിദ്ധ്, ജന്മസിദ്ധ എന്ന് വെച്ചാൽ ജന്മം കൊണ്ട് നേടിയ. അധികാർധ ഓർ മേരി ശാലീനത, അത് നമുക്ക് പഠിക്കാം. ഉനെ മേരി തമ്പീഹ് ഓർ നിഗരാനി കാ പൂരാ ഓർ ജന്മസിദ്ധ അധികാർ था. അദ്ദേഹത്തിന് मुझे डांट डपट करना और देखभाल करना का पूरा और जन्मसिद्ध अधिकार था. എന്ന് വെച്ചാൽ എന്നെ വഴക്ക് പറയാനും എന്നെ നോക്കി വളർത്താനുമുള്ള മുഴുവൻ അവകാശവും അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ട് തന്നെ, ജന്മം കൊണ്ട് തന്നെ അദ്ദേഹം നേടിയിരുന്നു. അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ടുള്ള ഒരു അധികാരം എന്താണ്? എന്നെ വഴക്ക് പറയുക, പിന്നെ എന്നെ നോക്കി നടത്തുക. ഓർ മേരി ശാലീനത ഇസി മേ ഥി, ശാലീനത എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട് മലയാളത്തിൽ. അപ്പോൾ എൻ്റെ ശാലീനത, എൻ്റെ ഡീസൻസി, ശാലീനത എന്ന് വെച്ചാൽ ഡീസൻസി, ഇതിലാണ്. എന്തിൽ? ഉൻകെ ഹുക്മ, ഹുക്മ എന്ന് വെച്ചാൽ ആജ്ഞ, ഓർഡർ. കോ കാനൂൻ സമझू, കാനൂൻ എന്താണ്? ലോ, നിയമം. അദ്ദേഹത്തിൻ്റെ, എൻ്റെ ബഡേ ഭായ് സാഹബിൻ്റെ ആജ്ഞകളെ, ഓർഡറുകളെ ഒരു നിയമം പോലെ കണക്കാക്കാനാണ് എൻ്റെ ഡീസൻസി. വാ, ഇതുപോലെയുള്ള അനിയന്മാരെയൊക്കെ ഇപ്പം കിട്ടുമോ? ഞാനിതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരാളെ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. സ്വഭാവ് സെ ബഡേ അധ്യയൻശീൽ ദേ, ഇത് മെയിനായിട്ടുള്ളൊരു പോയിൻ്റാണ്. ഈ ബഡേ ഭായ് സാഹബിൻ്റെ സ്വഭാവ വിശേഷതകളൊക്കെ ചോദിക്കുക, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും മെയിനായിട്ട് ഫസ്റ്റ് എഴുതുന്ന പോയിന്റ് ഇതാണ്. സ്വഭാവ് സെ ബഡേ അധ്യയൻശീൽ ദേ. അധ്യയൻശീൽ എന്ന് വെച്ചാൽ എന്താണ്? ഹാർഡ് വർക്കിംഗ് ആണ്. അദ്ദേഹം വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള ആളാണ്. हरदम किताब खोले बैठे रहते और शायद दिमाग को आराम देने के लिए कभी कॉपी पर, किताब के हाशियों पर चिड़ियों, कुत्तों, बिल्लियों की तस्वीरें बनाया करते थे. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദിമാഗ് കോ ആരാം ദേനെ കെ ലിയെ ബഡേ ഭായ് സാഹബ് ക്യാ ക്യാ കർത്തെ थे. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഹർദം കിതാബ് ഖോലെ ബൈഠേ രഹത്തെ. ഹർദം എപ്പോഴും, കിതാബ് പുസ്തകമാണെന്നറിയാം. ഖോലെ, ഖോലെ എന്താണ്? തുറന്നു വയ്ക്കുക. ഖോലിൻ്റെ ഓപ്പോസിറ്റ് മൂന്ത്, അടച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ബന്ദ് കർണ, അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മൾ 8th പോയം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്ത് ആഖേം ഖോൽ മൂന്ത് സക്തി ഹേ വ കഹത്തി ഹേ പിയാ പിയാ എന്നൊരു ലൈൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഖോൽ മൂന്ത്, അങ്ങനെ നമുക്ക് ഓപ്പോസിറ്റൊക്കെ ഓർത്തിരിക്കാം. നെക്സ്റ്റ്, അപ്പോൾ അദ്ദേഹം എപ്പോഴും പുസ്തകം തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബൈഠേ രഹത്തെ ഓർ ഷായദ്, ഇടയ്ക്ക് ദിമാഗ് കോ ആരാം ദേനെ കെ ലിയെ. ഞാൻ പറഞ്ഞു അത് ക്വസ്റ്റ്യൻ ആൻസറാണ്. അവിടെ തൊട്ട് ദിമാഗ് കോ തൊട്ട്. ദിമാഗ് എന്ന് വെച്ചാൽ എന്താണ്? ബ്രെയിൻ, തലച്ചോറ്. ദിമാഗ് കോ ആരാം, ആരാം റെസ്റ്റ് ആണെന്ന് നമുക്കറിയാം. ദിമാഗ് കോ ആരാം ദേനെ കെ ലിയെ കഭി കോപ്പി പർ. കോപ്പി എന്താണ്? കോപ്പി അടിക്കാൻ ഉപയോഗിക്കുന്ന കൊച്ചു പേപ്പറല്ല കോപ്പി. കോപ്പി എന്ന് വെച്ചാൽ ഹിന്ദിയിൽ കാപ്പി, അതെ, നോട്ട്ബുക്കാണ്.
അപ്പോൾ അതേ ഇടയ്ക്ക് ബ്രെയിനിന് ഇങ്ങനെ പഠിച്ച് ബ്രെയിൻ തകരാറായി പോകാതിരിക്കാൻ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്നൊരു പണിയാണ് കഭി കോപ്പി പർ, ചില ബുക്സിൽ കിതാബ് കെ ഹാഷിയോം പർ, ഹാഷിയോം എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ കിതാബ് കെ ഹാഷിയോം പർ, പുസ്തകങ്ങളുടെ പേജിൻ്റെയൊക്കെ കോർണറിലുണ്ടല്ലോ, മൂലകളിൽ എന്ത് ചെയ്യും? ചിടിയോ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിടിയോ എന്താണ്? കിളി, പക്ഷി. കുത്തോം പട്ടി, ബില്ലി, പൂച്ച. അപ്പോൾ ചിടിയോം കുത്തോം ബില്ലിയോം കി തസ്വീരേം, കൊച്ചു ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. തസ്വീരേം എന്ന് വെച്ചാൽ ഡ്രോയിങ്സ് ആണ്. ബനായാ കർത്തേ ഥേ. അപ്പോൾ ബ്രെയിന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഈ നമ്മുടെ ബഡേ ഭായ് സാഹബ് 4 കാര്യങ്ങൾ ചെയ്യും. അതിലെ ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് കിട്ടി. ദിമാഗ് കോ ആരാം ദേനെ കെ ലിയെ बड़े भाई साहब कभी कॉपी पर किताब के हाशियों पर चिड़ियों, कुत्तों, बिल्लियों आदि के तस्वीरें बनाया करते थे. പട്ടി, പൂച്ച, കിളി ഇതിൻ്റെയൊക്കെ പടം എന്ത് ചെയ്യും? കബി കോപ്പി നോട്ട്ബുക്സിൽ, ഹാഷിയോം ടെക്സ്റ്റ് ബുക്കിൻ്റെയൊക്കെ പേജിൻ്റെ മൂലകളിലൊക്കെ കിളിയുടെയും പട്ടിയുടെയും പൂച്ചയുടെയൊക്കെ പടങ്ങൾ വരച്ച് വയ്ക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. അത് മെയിനായിട്ട് പഠിക്കണം. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ ഫസ്റ്റ് സെൻറ്റൻസ് നല്ലപോലെ ഒന്ന് പറഞ്ഞ് പഠിച്ചേക്കും. അടുത്ത സെൻറ്റൻസ് ഇതാണ്. കഭി കഭി ഏക് ഹി നാം യാ ശബ്ദ യാ വാക്യ 10-20 ബാർ ലിഖ് ഡാൽ ദേ. എന്താ സാധനം? ഇടയ്ക്കിടയ്ക്ക് ഏക് ഹി നാം, ഒരേ പേര് തന്നെ. നാം എന്താണെന്ന് അറിയാമല്ലോ, നെയിം. പിന്നെ എന്താണ്? യാ ശബ്ദ്, യാ നെയിം അല്ലെങ്കിൽ ശബ്ദം എന്താണ്? ശബ്ദമല്ല, വേർഡ്, ഒരു വേർഡ്. യാ വാക്യം എന്താണ്? സെൻറ്റൻസ് ആണ്. കഭി കഭി ഏക് ഹി നാം യാ ശബ്ദ യാ വാക്യ 10-20 ബാർ ലിഖ് ഡാൽ ദേ. 10-20 പ്രാവശ്യം എന്ത് ചെയ്യുക? എഴുതും. ആര്? ഈ ബഡേ ഭായ് സാഹബ്. അപ്പോൾ ഈ ബഡേ ഭായ് സാഹബ് ഇടയ്ക്കിടയ്ക്ക് ഒരേ പേര് തന്നെ അല്ലെങ്കിൽ ഒരേ വാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം അടുത്തത് സെൻറ്റൻസ് ആയിരിക്കും. കുറേ വാക്ക് കൂടുമ്പോൾ സെൻറ്റൻസ് അല്ലേ വരുന്നത്. അപ്പോൾ വാക്കുകൾ പിന്നെ അല്ലെങ്കിൽ കുറേ സെൻറ്റൻസുകൾ 10-20 പ്രാവശ്യം വെറുതെ എഴുതി വയ്ക്കും. ഇതെന്തുവാ ഇത് പ്രശ്നമെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം, എന്തെങ്കിലും പ്രശ്നം കാണും. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം കിട്ടിയല്ലോ. കഭി കഭി ഏക് ഹി നാം, വളരെ ഈസിയാണിത്. ഏക് ഹി നാം യാ ശബ്ദ യാ വാക്യ കോ 10-20 ബാർ ലിഖ് ഡാൽ ദേ. ഇപ്പോൾ 2 കിട്ടി. ഏതൊക്കെയാണ്? दिमाग को आराम देने के लिए बड़े भाई साहब कभी कॉपी पर, किताब के हाशियों पर चिड़ियों, कुत्तों, बिल्लियों आदि के तस्वीरें बनाया करते थे. രണ്ടാമത്തെ ഏതാണ്? कभी कभी एक ही नाम या शब्द या वाक्य को 10-20 बार लिख डाल दे. ഇനി മൂന്നാമത്തെ കാര്യം നോക്കാം. कभी एक शेर को बार बार सुंदर अक्षरों में नकल करते. ഷേർ എന്താണ് നമുക്കറിയാം. എന്താണ്? നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഷേർ എന്താണ്? പുലി ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. അപ്പോൾ പുലിയല്ലെന്ന് മനസ്സിലാകും. കോമൺ സെൻസ് ഉള്ളവർക്ക് ആദ്യമേ മനസ്സിലായി. അപ്പോൾ അവർ വിചാരിച്ചു കാണും, ഇതിനെന്ത് പറയുന്നത്, ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? അപ്പോൾ എന്താണ്? പുലിയല്ല. ഷേർ എന്ന് വെച്ചാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഉറുദു വേർഡാണ്. ഉറുദുവിൽ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസ്, ഒരു ഫ്രേസ് പോലെയുള്ള സെൻറ്റൻസിനെയാണ് ഷേർ എന്ന് പറയുന്നത്. അപ്പോൾ കഭി ഏക് ഷേർ കോ ബാർ ബാർ സുന്ദർ അക്ഷരോ മേ നക്കൽ കർത്തേ. ഇടയ്ക്ക് ഒരു ഷേറിനെ, ആ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസിനെ ബാർ വീണ്ടും സുന്ദർ അക്ഷരോ മേ, നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ നക്കൽ കർത്തേ. ഈ നമ്മളൊക്കെ സാധാരണ ഈ നമ്മുടെയൊക്കെ ഷോർട്ട് നോട്ട്സ് എഴുതുമ്പോൾ, അല്ലെങ്കിൽ ചിലരൊക്കെ എക്സാമിന് പോലും ഇങ്ങനെ നോട്ട്സ് എഴുതുമ്പോഴായാലും കെയർലെസ് ആയിട്ട് എഴുതാറുണ്ട്, പന്ന ഹാൻഡ് റൈറ്റിങ്ങിൽ. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മൾ മാത്രം കാണുന്ന ഒരു സാധനമാണെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ബഡേ ഭായ് സാഹബിൻ്റെ ക്യാരക്ടർ ഒരു വിയേർഡ് ക്യാരക്ടറാണ്. അദ്ദേഹം എഴുതുന്നത് ഒരു ബന്ധമില്ലാത്ത ഏതോ ഒരു ഒരു സെൻറ്റൻസ് എടുത്തിട്ട് വീണ്ടും നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എന്ത് ചെയ്യാണ്, കോപ്പി
മേളി ഒന്ന് എഴുതിയിട്ട് അത് തന്നെ കോപ്പി ചെയ്ത് താഴോട്ട് എഴുതുകയാണ്. എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് നോക്കാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ മൂന്നാമത്തെ നമുക്ക് കിട്ടി കഭി ഏക് ഷേർ കോ ബാർ ബാർ സുന്ദർ അക്ഷരോ മേ നക്കൽ കർത്തെ. ഇനി നാലാമത്തെ കാര്യം എന്താണ്? കഭി ഏസി ശബ്ദരചന കർത്തെ. ഇടയ്ക്ക് ഇങ്ങനെ വാക്കുകളൊക്കെ എഴുതാറുണ്ട്, വാക്കുകൾ രചിക്കാറുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. ആ വാക്കുകളുടെ പ്രത്യേകത ഇതാണ്: ജിസ്മേ ന കോയി അർത്ഥ ഹോത്താ ന കോയി സാമഞ്ജസ്യ. ആ വാക്കുകൾക്കൊന്നും ഒരു അർത്ഥവും കാണത്തില്ല, ഒരു സാമഞ്ജസ്യം. എന്താണ്? താഴ്മേൾ, ഒരു താളമേളം. ഒരു വാക്കൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു ഇതുണ്ട്, അതുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം കിലികിലി പോലത്തെ ഭാഷ എല്ലാം കണ്ടുപിടിച്ചോ നമുക്ക് നോക്കാം. അപ്പോൾ നാലാമത്തെ പോയിന്റും കിട്ടി. കഭി ഏസി ശബ്ദരചന കർത്തെ ജിസ്മേ ന കോയി അർത്ഥ ഹോത്താ ന കോയി സാമഞ്ജസ്യ. അപ്പോൾ അവസാനം നമ്മൾ പഠിച്ച രണ്ടെണ്ണം ഏതൊക്കെയാണ്? കഭി ഏക് ഷേർ കോ ബാർ ബാർ സുന്ദർ അക്ഷരോ മേ നക്കൽ കർത്തെ. നാലാമത്തെ പഠിച്ച എന്താണ്? കഭി ഏസി ശബ്ദരചന കർത്തെ ജിസ്മേ ന കോയി അർത്ഥ ഹോത്താ ന കോയി സാമഞ്ജസ്യ. ഈ നമ്മൾ വായിക്കുന്ന ഈ ഒരു സെൻറ്റൻസിന് നല്ലൊരു താളമേളമുണ്ട്, നല്ലൊരു സാമഞ്ജസ്യമായിട്ടുള്ളൊരു വാക്കാണ് അത്, ഒരു സെൻറ്റൻസാണ് അത്. പക്ഷെ അത് എഴുതുന്ന വാക്കുകൾക്കൊന്നും അതില്ല. എന്തായാലും നമുക്ക് നോക്കാം. മസലൻ, ഇത്രയും വരെയാണ് ഇപ്പം നമ്മൾ പഠിച്ചത് വരെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദിമാക്കോ അവിടെ തൊട്ട് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ദിമാക്കോ ആരാം ദേനെ കെ ലിയെ ബഡേ ഭായ് സാഹബ് കഭി കഭി, അങ്ങനല്ലേ? कभी कॉपी पर किताब के हाशियों पर चिड़ियों, बिल्लियों, कुत्तों आदि के तस्वीरें बनाया करते थे. രണ്ടാമത് എന്താണ് പഠിച്ചത്? കഭി കഭി ഏക് ഹി നാം യാ ശബ്ദ് യാ വാക്യ കോ ലിഖ് ഡാൽത്തെ. പിന്നെന്താണ് പഠിച്ചത്? കഭി ഏക് ഷേർ കോ ബാർ ബാർ സുന്ദർ അക്ഷരോ മേ നക്കൽ കർത്തെ. ലാസ്റ്റ് പഠിച്ച എന്താണ്? കഭി ഏസി ശബ്ദരചന കർത്തെ ജിസ്മേ ന കോയി അർത്ഥ ഹോത്താ ന കോയി സാമഞ്ജസ്യ. അപ്പോൾ 4 എണ്ണവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി നോക്കാം. മസലൻ ഏക് ബാർ ഉൻകി. മസലൻ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഫോർ എക്സാമ്പിൾ എന്നാണ്. ഫോർ എക്സാമ്പിൾ ഏക് ബാർ ഒരു പ്രാവശ്യം, ഉൻകി കോപ്പി പർ അദ്ദേഹത്തിൻ്റെ നോട്ട്ബുക്കിൽ മേനെ യഹ് ഇബാരത്ത് ദേഖി. മേനെ യഹ് ഇബാരത്ത്. ഇബാരത്ത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? ലേഖ്, എഴുതിയിരിക്കുന്നത് കണ്ടു, ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടു. എങ്ങനെയാണ്? ഈ ഹിന്ദിയുടെ ഒരു പ്രത്യേകതയാണ്, എല്ലാം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടു, ഇങ്ങനെ കണ്ടു, അങ്ങനെ പറഞ്ഞിട്ടാണ് അടുത്ത ബാക്കി വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്പെഷ്യൽ അമീന ഭായിയോം ഭായിയോം ദർ അസൽ ഭായി ഭായി രാധേശ്യാം ശ്രീയുദ് രാധേശ്യാം ഏക് ഘണ്ടേ തക്. ഇങ്ങനെ കുറേ വാക്കുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അർത്ഥം ഞാൻ പറഞ്ഞു തരട്ടെ. ഇതിൻ്റെ എല്ലാ അർത്ഥം പറഞ്ഞു തരാൻ പോയാൽ എൻ്റെ പണി ഇവിടെ കഴിയും. കാരണം നമ്മൾ എന്തോത്തിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഭി ഏസി ശബ്ദരചന കർത്തെ ജിസ്മേ ന കോയി അർത്ഥ ഹോത്താ ന കോയി സാമഞ്ജസ്യ. അർത്ഥവും താളമേളവും ഒന്നും ഇല്ലാത്ത കുറേ വാക്കുകൾ അദ്ദേഹം കൂട്ടിച്ചേർത്ത് എഴുതുമെന്ന് പറഞ്ഞല്ലോ. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഇടയ്ക്ക് കുറച്ച് കോമയൊക്കെ ഇട്ട് തന്നതാണിത്. നമ്മൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ആ ഹിന്ദിക്കാരനായിട്ടുള്ള ലേഖക് വായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കിളി പോയി. നമ്മുടെ കാര്യം ഇനി പറയാനില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇത്രയും വാക്കുകളാണ്, ഇതിൻ്റെ ഒന്നും അർത്ഥം നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ചിലതിനൊക്കെ കാണും, ചിലതിനൊക്കെ ഉണ്ട്, കാണുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇത്രയും വാക്കുകളാണ് എഴുതിയിരിക്കുന്നതെന്ന് തൽക്കാലം പഠിച്ചാൽ മതി. ബാക്കി നോക്കാം. ഇസ്കെ ബാദ് ഇതൊക്കെ എഴുതിയതിന് ശേഷം ഏക് ആദ്മി കാ ഒരു മനുഷ്യൻ്റെ ചെഹര പിക്ചർ പടം, ഒരു മനുഷ്യൻ്റെ പടം ബനാ ഹുവാ ഥാ. ഒരു ഇതൊക്കെ എഴുതിയതിന് ശേഷം അതിൻ്റെ താഴെ ഒരു മനുഷ്യൻ്റെ പടമൊക്കെ വരച്ച് വെച്ചിട്ടാണ് ഈ ലേഖക് ബഡേ ഭായ് സാഹബ് പോയിരിക്കുന്നത്. മേനെ ബഹുത് ചേഷ്ട. മേനെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ആത്മകഥാത്മക ശൈലിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലേഖക് തന്നെ പറയുകയാണ്. ഇപ്പോൾ ലേഖക് ഭയങ്കര ചേഷ്ട എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണിക്കുന്ന ചേഷ്ടയല്ല, മലയാളത്തിലെ ചേഷ്ടയല്ല. ഹിന്ദിയിൽ ചേഷ്ട എന്ന് വെച്ചാൽ കോശിഷ് കർണ, പ്രയത്നിക്കുക, ഭയങ്കര എഫേർട്ട്,
എടുത്ത് ഭയങ്കര എഫേർട്ടാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അർത്ഥം കണ്ടുപിടിക്കുന്നത് തന്നെ. അത് എടുത്തു ആര്, നമ്മുടെ ലേഖക്. ബഹുത് ചേഷ്ടാ കി ഇസ് പഹേലി കാ കോയി അർത്ഥ് നിക്കാലു. ഈ ഒരു പഹേലി എന്ന് വെച്ചാൽ കടങ്കഥ. അപ്പോൾ ഈ നമ്മുടെ ലേഖകൻ എന്താണ് കൊച്ചുനാൾ വിചാരിച്ചത്, ഇത് ഏതോ കടങ്കഥയാണെന്നാണോ വിചാരിച്ചത്? നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് കടങ്കഥയ്ക്ക് ഒരു അർത്ഥം അല്ലെങ്കിൽ ഉത്തരം കണ്ടുപിടിക്കാൻ അദ്ദേഹം കുറേ കഷ്ടപ്പെട്ടു. ലേക്കിൻ അസഫൽ രഹ, പക്ഷേ കഴിഞ്ഞില്ല, സഫലമായില്ല ആ ഒരു പ്രയത്നം. और उनसे पूछने का साहस न हुआ. ഓ പാവം, ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് സ്വന്തം ചേട്ടനോട് അത് ചോദിക്കാനുള്ള സാഹസ് ന ഹുവ, എന്താണ്, ധൈര്യം ഒട്ടും ഇല്ലായിരുന്നു. അന്നത്തെ അനിയന്മാരുടെയൊക്കെ ഇത് കണ്ടില്ലേ, ഇത്രയ്ക്ക് നല്ലൊരു അനിയൻ. ഇതൊക്കെയാണ് അനിയന്മാർ, സ്വന്തം ചേട്ടനോട് ചോദിക്കാൻ പേടിയായിട്ടുള്ള. ഇപ്പോഴത്തെ അനിയന്മാരാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് പറയും ഇത് ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി കോഡ് ഭാഷ എഴുതി വെച്ചേക്കുവാണെന്ന്, എന്നിട്ട് ബ്ലാക്ക് മെയിലും ചെയ്ത് കളയും. അപ്പോൾ ഇതൊക്കെ ഒരു മാതൃകയാക്കേണ്ടതാണ്. ഇപ്പോഴത്തെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനിയന്മാരും വല്ല ഉണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് മനസ്സിലാവും ഈ ചേട്ടൻ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചേട്ടന്മാരെയൊക്കെ ഒരു കഷ്ടപ്പാട്. എന്തായാലും നമുക്ക് ബാക്കി നോക്കാം, പെട്ടെന്ന് ഇതങ്ങ് തീർക്കാം, കുറേ ആയി ഇപ്പം തന്നെ. നവീൻ ജമാത്ത് മേന്തേ, നമുക്ക് കക്ഷ എന്ന് പറയുന്നൊരു വാക്ക് ക്ലാസ്സിന് കിട്ടി, ദർജ എന്ന് പറയുന്ന വാക്ക് കിട്ടി. ഇപ്പം കിട്ടിയിരിക്കുന്നതാണ് ജമാത്ത് എന്ന് വെച്ചാലും ക്ലാസ് എന്ന് തന്നെയാണ് അർത്ഥം. ചേട്ടൻ എത്രയിലാണ്? 9ാം ക്ലാസ്സിലാണ്. മേ 5വീ, ഞാൻ 5ലാണ്. ഉൻകി രചനാവുംകോ, അദ്ദേഹം എഴുതുന്നതൊക്കെ സമജ്ന, മനസ്സിലാക്കുന്നത്, മേരലിയെ, എനിക്ക് എന്താണ്, ചോട്ട എന്താണ്, ചെറിയ, മുഹ് എന്ന് കേൾക്കുമ്പോൾ ഉടനെ മുഖമൊന്നും മനസ്സിൽ ഓർക്കരുത്. മുഹ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അനുനാസിക്കിട്ട് വരുന്ന മുഹ് എന്ന് വെച്ചാൽ വായാണ്, ബഡി വലിയ, ബാത്ത് എന്താണ്, വർത്തമാനം. അപ്പോൾ എന്താണ് മനസ്സിലായി കാണും, ചെറിയ വായിൽ വലിയ വർത്തമാനമാണ്. എന്തുവാ ഈ ലേഖകമൊന്നും പറഞ്ഞില്ലല്ലോ എന്നിപ്പോൾ നിങ്ങൾ ഓർക്കും. അതല്ല, ചെറിയ വായിൽ വലിയ വർത്തമാനം എന്ന ഒരു ഹിന്ദി വാക്കിൻ്റെ ഹിന്ദിയിലുള്ള അർത്ഥം എന്ന് വെച്ചാൽ എന്താണ്, ശക്തി സേ അധിക് കർണ, സ്വന്തം ശക്തിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിലും വലിയത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലേഖക വിചാരിച്ചു 5ാം ക്ലാസ്സിലല്ലേ, ചേട്ടൻ 9ലല്ലേ, ഇതൊക്കെ എനിക്ക് 9ലാവുമ്പോൾ പഠിക്കാൻ പറ്റുമായിരിക്കാം. അങ്ങനെ ഓർത്ത് ആര് സമാധാനിച്ചു? നമ്മുടെ ലേഖക് സമാധാനിച്ചു. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത പാർട്ടിൽ ഇടുന്നതാണ്. അപ്പോൾ ഇത്രയും ഞാൻ പഠിപ്പിച്ച മനസ്സിലായോന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എന്തായാലും ബാക്കിയുള്ളത് ടെക്സ്റ്റിൽ നല്ലപോലെ വായിക്കുക, എന്നിട്ട് ഓരോ വാക്കിൻ്റെ അല്ലെങ്കിൽ ഓരോ സെൻറ്റൻസിൻ്റെ അർത്ഥം നല്ലപോലെ മനസ്സിൽ ഉറപ്പിച്ച് ഒന്ന് വായിക്കുക, മനസ്സിൽ തന്നെ ഒന്ന് വായിക്കുക. അപ്പോൾ അതാണ് പഠിക്കാനുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ മറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഹിന്ദി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത്. പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഇത്രയൊക്കെ പറയാനുള്ളൂ. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.